ഇന്നലെ രണ്ട് പ്രമുഖരായ സംവിധായകരെ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും അറസ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് വേടനെയാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റ് റെയ്ഡ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട്, ആലപ്പുഴ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ സജീവമായി പുരോഗമിക്കുകയുമാണ്. ഇത് വളരെ ബോധപൂർവം ഇതിൻ്റെ ഏറ്റവും പ്രശസ്തരായ ഉപയോക്താക്കളെ തന്നെ ആദ്യം വെളിപ്പെടുത്തുക എന്ന നിലയിലുള്ള ഒരു ഓപ്പറേഷനാണോ? മയക്കുമരുന്ന് മാഫിയ എവിടെയൊക്കെ വേരാഴ്ത്തിയാലും അതിനെയൊക്കെ പിഴുത് കളയാൻ മാത്രമുള്ള ശേഷി ഇവിടെ അന്വേഷണ സംവിധാനങ്ങൾക്ക്, എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾക്കുണ്ടോ? തീർച്ചയായും കേരളത്തിൽ അതിനുള്ള വലിയൊരു പരിശ്രമവും ഇടപെടലുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി നല്ല ഇടപെടലാണ് എക്സൈസും പോലീസുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് എന്നതല്ല, അവർ എത്രമാത്രം പ്രശസ്തരാണ് എന്നതല്ല പ്രശ്നം. ഏത് മേഖലയിലുള്ളവരായാലും ഏത് സെലിബ്രിറ്റികളായാലും ശരി, സമൂഹത്തിന് അപകടകരമായ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായി അവർ കടന്നു വരുമ്പോൾ അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അവരെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനും അവസാനിപ്പിക്കാനും അവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കാനും എല്ലാമുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഏതാണ്ട് 120ഓളം പേരെയാണ് ഇതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ഓപ്പറേഷൻ ഡി ഹണ്ട് ആരംഭിച്ചതിന് ശേഷം ഇങ്ങനെ നിരവധിയായ കേസുകൾ ദൈനംദിനമായി എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യുന്നു, ശക്തമായ നടപടി സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ ക്യാമ്പയിനും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആരായാലും ശരി, എത്രമേൽ പ്രശസ്തരാണ് എന്ന് പറഞ്ഞാലും ശരി, അവരോടെല്ലാം ഒരു ദാക്ഷിണ്യവുമില്ലാത്ത കർശനമായ നിലപാട് സ്വീകരിക്കും എന്നതാണ് ഗവൺമെന്റ് നിലപാട്. അതിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.